നമസ്കാരം. ഇമ്മ്യൂണിലെ കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂർണ്ണ കീബോർഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയേണ്ടായി പൂർണ്ണ കീബോർഡിലാണ് കൈറ്റ് സ്കൂളിലൊക്കെ പുതുതായിട്ട് വന്നത് എന്നുള്ളത്. പക്ഷേ അത് 2022 ഡിസംബറിൽ ആണത് റിലീസ് ചെയ്യുന്നത്. ഈ 24 ഡിസംബറിലേക്ക് അത് 2 വർഷം ആവാൻ പോവുകയാണ്. പൂർണ്ണ എന്ന പേരിൽ തന്നെ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ മലയാളം ടൈപ്പിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു കീബോർഡിനകത്തും മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ലധികം ക്യാരക്ടറുകൾ മലയാളത്തിൽ യൂണിക്കോഡിൽ എൻകോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വളരെ പഴയ ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളം ന്യൂമറിക്കൽ നമ്പറുകൾ, അതല്ലാതെ തന്നെ ഭിന്നസംഖ്യകളായിട്ട് ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്ത ഇപ്പോൾ ജനറലി അങ്ങനെ ഉപയോഗത്തിലില്ലാത്ത ഇറിൻ്റെ ചിഹ്നങ്ങളടക്കം പല പല അക്ഷരങ്ങളും ആർക്കൈവിക്കൽ ക്യാരക്ടറുകളും മലയാളം യൂണിക്കോഡിനകത്തുണ്ട്. എന്നാൽ ഇതൊന്നും സാധാരണ ഒരു ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ കീബോർഡ് ടൈപ്പ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പൂർണ്ണ വരുന്നതിന് മുമ്പ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യാരക്ടർ മാപ്പിലൊക്കെ പോയി മാനുവലി സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ടൊക്കെ എടുക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ പൂർണ്ണക്കകത്ത് നമ്മൾ എല്ലാം, അതായത് നിലവിൽ മലയാളത്തിൽ എൻകോഡ് ചെയ്യപ്പെട്ടുള്ള എല്ലാ ക്യാരക്ടറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പ്രധാനപ്പെട്ട ഒരു സവിശേഷത. മാത്രമല്ല ഇത് വിൻഡോസ്, ലിനക്സ്, മാക്, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആവുന്ന രീതിയിലാണ്. ഈവൻ മാക്കിൽ മാത്രമല്ല iOS-ലടക്കം ഇത് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പൂർണ്ണയുടെ വെബ്സൈറ്റ്, purna.smc.org.in അല്ലെങ്കിൽ ഗൂഗിൾ പൂർണ്ണ കീബോർഡ് അടിച്ചാൽ തന്നെ കിട്ടും. ഇതിനകത്ത് നമുക്ക് കാണാം ഇൻസ്ക്രിപ്റ്റ് ലേഔട്ടും അതുപോലെ റിമിംഗ്ടൺ ലേഔട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ 4 എണ്ണം കാണാം. ഇവിടെ 4 ലെയർ ആയിട്ടാണ്. ഒന്ന് സാധാരണ പ്രസ്, ഒന്ന് ഷിഫ്റ്റ് അടിച്ചിട്ടുള്ളത്, ഒന്ന് റൈറ്റ് ആൾട്ട് അടിച്ചിട്ടുള്ളത്, ഒന്ന് ആൾട്ട് ഷിഫ്റ്റ് അടിച്ചിട്ടുള്ളത്. ലെഫ്റ്റ് ബോട്ടത്തിൽ കാണുന്നത് സാധാരണ കീ അടിച്ചാൽ വരുന്നത്, ലെഫ്റ്റ് ടോപ്പിൽ കാണുന്നത് ഷിഫ്റ്റ് അടിച്ചാൽ, റൈറ്റ് ബോട്ടത്തിലുള്ളത് റൈറ്റ് ആൾട്ട് അടിച്ച് വരുന്നത്, റൈറ്റ് ടോപ്പിലുള്ളത് റൈറ്റ് ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് അടിച്ചാൽ വരുന്നത്. ഇങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് മലയാളം ന്യൂമറകളിലൊക്കെ 4ാമത്തെ ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറിൽ 1 2 3 എന്നുള്ള സാധനമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറവ് ഉപയോഗിക്കുന്നതൊക്കെ 4th ലെയറിലും കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റേ സാധാരണ ഇൻസ്ക്രിപ്റ്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അതിൽ ചെറിയൊരു മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്. അത് ഈ ZWNG ഇവിടെ ചേർത്താൻ വേണ്ടി. അടുത്ത് നമുക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് കടക്കാം. നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ പ്ലാറ്റ്ഫോമിനുള്ള ലിനക്സ്, മാക്, വിൻഡോസ്, ആൻഡ്രോയിഡിൽ ഇത് ഇൻഡിക് ആപ്പ് എന്ന് പറയുന്ന ആപ്പിലാണുള്ളത്. അതുപോലെ കീമാൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി നമുക്കുണ്ട്. അപ്പോൾ ലിനക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം. ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പുതിയ OS ആണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ കീബോർഡ് കോൺഫിഗ് എന്ന് പറയുന്ന ഇവരുടെ മെയിൻ റെപ്പോയിനകത്ത് നമ്മൾ ഈ സാധനം PR ഇട്ടിരുന്നു. അത് അപ്രൂവ് ചെയ്യുകയും പുതിയ സിസ്റ്റത്തിൽ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആർച്ച് ലിനക്സിലടക്കം ആ പുതിയ സാധനങ്ങളിലൊക്കെ നിങ്ങൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കൂട്ടത്തിൽ പൂർണ്ണ ഉണ്ടാവും. നിങ്ങൾക്ക് സെറ്റിങ്സിൽ കീബോർഡിൽ പോയിട്ട് ആഡ് കീബോർഡ് കൊടുക്കുമ്പോൾ തന്നെ പൂർണ്ണ സെലക്ട് ചെയ്യാൻ പറ്റും. പഴയ സിസ്റ്റത്തിലാണെങ്കിൽ മാത്രം ഈ സാധനം ഫോളോ ചെയ്താൽ മതി. അതുപോലെ വിൻഡോസിനും മാക്കിനും എല്ലാത്തിനും ഉണ്ട്. റെമിംഗ്ടണും ഇതിന് ഓരോ വെർഷനും ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് കീമാൻ എന്ന് പറയുന്നൊരു സാധനമാണ്. കീമാനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കീമാനിലും ഇതുണ്ട്. കീമാൻ്റെ പ്രത്യേകത എല്ലാ OS-ലും ലിനക്സ്, വിൻഡോസ്, മാക്, ആൻഡ്രോയിഡ്, iOS തുടങ്ങിയ എല്ലാ OS-ലും വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് കീമാൻ ഇൻസ്റ്റാളിൽ. അതിനകത്ത് നമുക്ക് ഈ പൂർണ്ണ കീബോർഡ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ അടക്കം എല്ലാം ഇതിനകത്തുള്ളൊരു സംഭവമാണ് കീമാൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്കിത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ iOS-ൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ കീമാൻ വഴിയാണ് ഇത് ഉപയോഗിക്കുക. ഇനി നമുക്ക് പൂർണ്ണ വെബ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പൂർണ്ണ വെബ്. ഞാനെന്തായാലും ഒന്ന് സൂം ചെയ്യാം കുറച്ച് കാണാനുള്ള സൗകര്യത്തിന്. ഓക്കെ, സൂം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് യൂസ് ഫിസിക്കൽ കീബോർഡ് ഉണ്ട്. ഇത് ഓഫാണെങ്കിൽ നമുക്കിങ്ങനെ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത്. അത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിൽ അക്ഷരങ്ങൾ ഡിയിലാണ് ചന്ദ്രകല, F-ലാണ് ഈ വള്ളി എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനും എളുപ്പമാണിത്. കാരണം ഓരോ അക്ഷരം എവിടെയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫിസിക്കൽ കീബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യുന്നത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഇൻസ്ക്രിപ്റ്റൊക്കെ പഠിച്ചാൽ ഇത്ര സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ മഞ്ചേരി, മാലിന്യം തുടങ്ങിയ ഏത് ഫോണ്ടിലേക്ക് വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. അതുപോലെ ഡാർക്ക് മോഡ് ഉണ്ട്,
റെമിങ്ടണിലേക്ക് സ്വിച്ച് ചെയ്താൽ റെമിങ്ടണിലേക്ക് ഇത് മാറുന്ന കാണാം. ഇതൊക്കെ വൺസ് ചെയ്തിട്ടാൽ എപ്പോഴും അത് സേവായി കിടന്നോളും. അതുപോലെ ഈ ടൈപ്പ് ചെയ്യുന്ന സാധനം ടെക്സ്റ്റ് എഡിറ്റർ പോലെ ഉപയോഗിക്കാം. കാരണം നിങ്ങളത് ഇത് ക്ലോസ് ചെയ്തിട്ട് വേറെ സൈറ്റൊക്കെ പോയിട്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും വന്നിട്ട് നിങ്ങൾ purnaweb.smc.org എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത സാധനം അവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് ലോക്കലി സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് പൂർണ്ണ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ സ്പെഷ്യാലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 1 2 3 എന്നൊക്കെ അടിച്ചാൽ നമുക്ക് എന്താ വരിക, നമ്പറുകൾ തന്നെയാണ് വരിക. ഇനി ഷിഫ്റ്റ് 1 2 3 എന്ന് അടിച്ചാൽ നമുക്ക് ഇതിൻ്റെ ചിഹ്നങ്ങളാണ് വരിക. അതിൽ 8 മാത്രം ഉള്ളുണ്ട്, കാരണം അത് ഇൻസ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ സാധനങ്ങൾ കിട്ടും. ഇനി ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ 1 2 3 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളധികം ഉപയോഗത്തിലില്ലാത്ത കുറച്ച് സാധനങ്ങളാണ് കിട്ടുക. അതുപോലെ തന്നെ സ്ക്വയർ കേളി ബ്രാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഓൾട്ട് ഷിഫ്റ്റ് അടിച്ചാലാണ് നമുക്ക് 1 2 3 എന്നുള്ള നമ്പറുകൾ കിട്ടുക. ഇപ്പോൾ ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ പലരും ഇപ്പോൾ ഉദാഹരണത്തിന് നായർ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇതിന് പകരം നായ എന്നിട്ട് ചിലവരെന്ത് ചെയ്യും, മലയാളം 4 ഇട്ട് വെക്കും. മലയാളം 4 ഇട്ട് വെക്കും. അപ്പോൾ രണ്ടും കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ രണ്ടും നായരാന്ന് തോന്നും, പക്ഷേ ഇത് നായരും ഇത് നായ 4 ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ പലരും ഇങ്ങനെ തെറ്റ് എഴുതാറുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് ലെയറിൽ ഉള്ളത് കൊണ്ട് ആ തെറ്റ് കൂടുതൽ വരാറുണ്ട്. ഇത് 4th ലെയർ ആയതുകൊണ്ട് ആ തെറ്റ് കൂടുതൽ വരില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആണ് ഒന്ന്. ഇനി നമുക്ക് വേറെ പല സാധനം ഇപ്പോൾ ഓൾട്ടിലും ഓൾട്ട് ഷിഫ്റ്റിലുമാണ് ഇങ്ങനെ പഴയ ക്യാരക്ടറുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓൾട്ട് ഷിഫ്റ്റൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇയും ടിയും വൈയും ഇതൊക്കെ അടിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഭിന്നസംഖ്യകൾ, മലയാളത്തിലുള്ള ഭിന്നസംഖ്യകളാണ്, നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ പൂർണ്ണ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ എഴുതാം. അതുപോലെ ഓൾട്ട് ആക്കിയിട്ട് ജെ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പൂർണ്ണ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പഴയ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ കീഴിൻ്റെ ചില്ല് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചില്ല് എഴുതാൻ പറ്റും. അങ്ങനെ എല്ലാം മലയാളത്തിലുള്ള എല്ലാ യൂണിക്കോഡ് ക്യാരക്ടറുകളും നമുക്കിതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സവിശേഷത. മറ്റൊന്ന് നമുക്ക് ഈ ലെസ് ദാൻ ഗേറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കുത്തും കോമയ്ക്ക് സാധാരണ ഇൻസ്ക്രിപ്റ്റിൽ ഇടാൻ പറ്റും, പക്ഷേ നമുക്കൊരു ലെസ് ദാൻ ഇടണമെങ്കിൽ അവിടെ ഷായാണ് വരിക. കണ്ടോ, ലെസ് ദാൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ ഷായാണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് ലെസ് ദാൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും. കണ്ടോ, ലെസ് ദാൻ കേട്ടെടുത്താൽ നമുക്കവിടെ കിട്ടുന്നത് കാണാം. അതുപോലെ നമുക്ക് സെമി കോളൻ ആണെങ്കിൽ ഓൾട്ട് ചാടിച്ചാൽ നമുക്ക് സെമി കോളൻ കിട്ടും. ഓൾട്ട് ഷിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളം കിട്ടും. ഓൾട്ട് ഷിഫ്റ്റ് ഇത് കണ്ടോ, ഓൾട്ട് ഇങ്ങനെ ഈ ആൾട്ട് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ക്യാരക്ടറുകൾ ഒക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി മറ്റൊന്ന് സീഡർവർത്ത് ജോയിനർ നോൺ ജോയിനറാണ്. ഇതിനൊന്ന് പരിചയപ്പെടുത്താൻ തന്നെ വിചാരിക്കുന്നു. ഇൻസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ പണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് ഇവിടെ സ്വരാക്ഷരങ്ങൾ ഇവിടെ ഈ ഡീന്ന് അവിടെ തുടങ്ങി ഡീൻ്റെ പരിസരത്തായിട്ട് ഇങ്ങോട്ടാണ് സ്വരാക്ഷരങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് വ്യഞ്ജനാക്ഷരങ്ങളും താഴെ യാരാലാവ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ ആദ്യം ഈ ചാനൽ തുടങ്ങി 6 വർഷം മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. നിലവിലുള്ള ഇൻസ്ക്രിപ്റ്റ്, അതായത് ലിനക്സിലൊക്കെ ഉണ്ടായിരുന്ന ഇൻസ്ക്രിപ്റ്റിന് ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇർ എന്ന് പറഞ്ഞു. സാധാരണ ഈ സ്ലാഷിലാണ് ഇർ ഉണ്ടായിരുന്നത്. ആ സ്ലാഷിൽ നമ്മൾ 0 എടുത്ത് നോൺ ജോയിനർ ആക്കിയിട്ട് ഷിഫ്റ്റ് സ്ലാഷിലാണ് നമ്മളിപ്പോൾ ഇർ കൊടുത്തിട്ടുള്ളത്. അതാണ് ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസിലാണ് ഷിഫ്റ്റ് കൺട്രോൾ 1 ഷിഫ്റ്റ് കൺട്രോൾ 2 ആണ് 0 എടുത്ത് ജോയിനറും നോൺ ജോയിനർ. ഇവിടെ നമ്മളത് പണ്ടുണ്ടായിരുന്ന സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസിലേക്കും സ്ലാഷിലേക്കും അത് മാറ്റിയിട്ടുണ്ട്. വേറെ എല്ലാം ഇൻസ്ക്രിപ്റ്റ് ഇതുപോലെ തന്നെയാണ്. 2 തരത്തിൽ, ഇപ്പോൾ ഇൻ എന്നുള്ള ഒറ്റ കീയും ചന്ദ്രകല 0 എടുത്ത് ജോയിനർ എന്നുള്ള രീതിയിൽ ചന്ദ്രകല 0 എടുത്ത് ജോയിനർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെയും നമുക്ക് 2 രീതിയിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും, ഇന്നും ഇല്ലും ഒക്കെ. നമുക്ക് എന്നാലും 0 എടുത്ത് ജോയിനറിൻ്റെ കഥ ഒന്ന് നോക്കാം. അതായത് നമ്മൾ താഴ്വര എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഇപ്പോൾ മറ്റൊരു റിസ്വാൻ എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്കത് വിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണ്ടിട്ട് 0 എടുത്ത് നോൺ ജോയിനർ, അതായത് സ്ലാഷ് ഞാൻ അമർത്തുകയാണ്. അപ്പോൾ ഒന്നും കാണില്ല, അവിടെ സാധനം വന്നിട്ടുണ്ട്, വര എന്നടിച്ചാൽ നമുക്ക് ഇങ്ങനെ വരും. റിസ് എന്ന് കഴിഞ്ഞിട്ട് ഈ 0 എടുത്ത് നോൺ ജോയിനർ ഞാൻ അടിക്കുകയാണ്. എന്നിട്ട് വാനടിച്ചാൽ ഇങ്ങനെ 0 എടുത്ത് നോൺ ജോയിനർ ഇട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ക്ലിയർ അടിച്ചാൽ ക്ലിയർ ചെയ്യാം, കോപ്പി ചെയ്യാം, ടൈപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഹെൽപ്പ് അടിച്ചാൽ നമുക്ക് അതിന് പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വിൻഡോസിലാണെങ്കിൽ വിൻഡോസിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നേരെ നമുക്ക് ഇവിടെ സൈറ്റിൽ വന്നിട്ട് ഡൗൺലോഡിൽ വന്നിട്ട് നമുക്ക് വിൻഡോസ് എടുത്ത് വിൻഡോസിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കേസേ ഉള്ളൂ. ലിനക്സിലുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മാക്കിൽ അതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അതായത് പേജിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും.
ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതടിച്ചിട്ട് ഇവിടേക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയാൽ മലയാളം പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ സിസ്റ്റത്തിലും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെബിൽ വന്നിട്ട് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് പൂർണ്ണയുടെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്ത് കാര്യവും വളരെ ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ടൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, കോളൻ, സെമി കോളൻ, കോഡ്സ്, ഡബിൾ കോഡ്സ്, പ്ലസ് തുടങ്ങി ഇത്തരത്തിലുള്ള ഫങ്ക്ചേഷനുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. മലയാള നമ്പറുകൾ ഒറ്റയടിക്ക് വരില്ല, ഓൾട്ട് ഷിഫ്റ്റ് അടിച്ചാലേ മലയാള നമ്പറുകൾ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ എല്ലാം ഉൾപ്പെടുത്തുകയും ആവശ്യമുള്ളത് എളുപ്പത്തിൽ കിട്ടാവുന്നതിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പൂർണ്ണ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പൂർണ്ണയുടെ അണിയറ പ്രവർത്തകരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ബൈജു മുതുകാടിനാണ് ഈ ഐഡിയ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ജെയ്സൺ നെടുമ്പാലയാണ് ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്താനുള്ള പ്രാഥമിക പരിപാടികളും പ്രൊജക്റ്റ് മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തത്. അങ്ങനെയാണ് എന്നെ ബന്ധപ്പെട്ട് ഞാനാണ് ഇതിൻ്റെ ഡെവലപ്പിംഗ് പരിപാടികൾ ചെയ്തത്. മഹേഷ് മംഗലാട്ടാണ് ഇതിൻ്റെ ഈ പഴയ സാധനങ്ങളൊക്കെ എവിടെ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമൊക്കെ ആക്കാൻ വേണ്ടി അക്കാഡമിക്ക് ഹെൽപ്പ് ചെയ്തത്. ലോഗോ ക്രിയേറ്റ് ചെയ്ത് ഹിരൺ വേണുഗോപാലും ഇത് കീമാനിലേക്ക് പോർട്ട് ചെയ്തത് രമേശാണ്. ബാക്കി എല്ലാ സാധനവും ഞാൻ ചെയ്തു. പക്ഷേ കീമാനിലേക്കുള്ള പോർട്ടിംഗ് നമ്മൾ സപ്പോർട്ട് ചെയ്തത് രമേശ് കുന്നപ്പള്ളിയാണ്. SMC രണ്ടറിലാണ് വന്നത്. ആദ്യ വെർഷന് വേണ്ടിയിട്ട് സാമ്പത്തിക പിന്തുണ വന്നത് മൈജിയാണ്. അപ്പോൾ ഇത്രയും പേരുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ഒരു കിഡിലൻ ഇൻപുട്ട് ടൂൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതിപ്പോൾ എല്ലാ OSലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ന് ITED സ്കൂളിലെ കൈറ്റിലെ കുട്ടികൾ പഠിക്കുന്ന മലയാളം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീബോർഡ് പൂർണ്ണയാണെന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയാൻ കഴിയും. അപ്പോൾ ഇത് ആണ് ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കാവുന്നതാണ്. ഒന്നുമില്ല SMCയുടെ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ IB കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പോ അല്ലെങ്കിൽ മുജീബ് CPV എന്നിട്ട് പേഴ്സണലി എന്നെയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.